യഥാർത്ഥ പൂരം നടക്കുന്ന തൃശ്ശൂരിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കൃഷ്ണകുമാറിന്റെ വീട്ടിൽ തന്നെ സെലിബ്രിറ്റികൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ആവേശവും അത്തരത്തിൽ തന്നെയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. കൊട്ടിക്കലാശത്തിന് മകൾ ദിയയൊക്കെ ഉൾപ്പെടെയുള്ളവർ എത്തിയതാണ്. ബിനിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇനി തൃശ്ശൂരിലേക്കാണ്. പൂരം കൊട്ടിക്കയറിയ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പൂരം എവിടം വരെയായി എന്ന് നോക്കാം. പൂരത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധം ഉണ്ട് എന്ന് ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അവസാനമായപ്പോഴേക്കും തൃശ്ശൂർ പൂരം തന്നെയായി. അവിടെ തെരഞ്ഞെടുപ്പ് ചർച്ച എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമായി മാറി. അവിടെ പല സീരീസ് ഓഫ് കാഴ്ചകൾ കണ്ടിരുന്നു നമ്മൾ തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ പൂരത്തിൻ്റെ നമ്മുടെ റിപ്പോർട്ടറിൻ്റെ പൂരത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളം മുതലുള്ള ജെയ്സന്റെ കമൻട്രി എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അത്ര അധികം ആവേശത്തോടെയാണ് തൃശ്ശൂർക്കാരനായിട്ടുള്ള ജെയ്സൺ ആ കമൻട്രി നൽകിയത്. അപ്പോൾ അതിനേക്കാളും ആവേശത്തോടു കൂടി പൂരം റിപ്പോർട്ട് ചെയ്യാൻ ജെയ്സൺ ചാമോളപ്പിൽ തയ്യാറാണ്. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ജെയ്സൺ ചാമോളപ്പിൽ തയ്യാറാണ്. യഥാർത്ഥത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ പൂരമാണ്. എങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ, ജെയ്സൺ? തീർച്ചയായും ബിനിൽ, ഗുഡ് മോർണിംഗ് ബിനിൽ, വിനീത. നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ തുടർച്ച എന്ന് വേണം പറയാൻ. പിന്നെ തിരഞ്ഞെടുപ്പ് ഉത്സവം അത് ഏറ്റവും ശക്തമായ മത്സരം നടന്ന, ഏറ്റവും ശക്തമായ പ്രചരണം നടന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ആവേശമാക്കിയ, ഏറ്റവും വാശിയാക്കിയ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്ന ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിനു മുമ്പ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. തൃശ്ശൂരിൽ മൊത്തം ഉള്ളത് ബൂത്തുകളുടെ എണ്ണം 1275 6 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ 1281 ബൂത്തുകളാണ് തൃശ്ശൂരിലുള്ളത്. നിരവധി പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഗുരുവായൂരിൽ 189, മണലൂരിൽ 190, ഉല്ലൂരിൽ 185, തൃശ്ശൂരിൽ 161, അങ്ങനെ പോകുന്നു ബൂത്തുകളുടെ എണ്ണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരവധി പ്രമുഖർ, സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മുക്കാട്ടുകര സെയിൻറ്റ് ജോർജ് LP സ്കൂളിൽ 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ സുരേഷ് ഗോപി മാത്രമല്ല, സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ വോട്ട് ഇവിടെയാണ്. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. നിരവധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അദ്ദേഹം നെട്ടിശ്ശേരി കേന്ദ്രീകരിച്ച് താമസിക്കുകയും അതിനുശേഷം നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെ മുഴുവൻ വോട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6:30 തന്നെ അദ്ദേഹം ഈ ബൂത്തിലെത്തും. 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തും. മറ്റൊന്ന് VS സുനിൽകുമാറാണ്. VS സുനിൽകുമാർ മുറ്റിച്ചൂര് UPH സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ അദ്ദേഹം 7 മണിക്ക് തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ കുടുംബാംഗങ്ങളുടെയും പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തും. K മുരളീധരൻ്റെ വോട്ട് പക്ഷേ ഇവിടെയല്ല, വട്ടിയൂർക്കാവിലാണ്. അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉച്ചയോടുകൂടി തിരിച്ചെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന് പ്രൊഫസർ C രവീന്ദ്രനാഥ്, ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിൻ്റെ വോട്ടും തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ്. അദ്ദേഹവും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. പാലക്കാട്ടത്തെ LDF സ്ഥാനാർത്ഥി വിജയരാഘവൻ്റെ വോട്ട് കേരളവർമ്മ കോളേജിലാണ്. അദ്ദേഹവും ഇതേ സമയത്ത് തന്നെ ഏതാണ്ട് വോട്ട് രേഖപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ പത്നിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമായ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ബിന്ദുവിൻ്റെ വോട്ട് കേരളവർമ്മ കോളേജിലാണ്. അവിടെ അവർ വോട്ട് രേഖപ്പെടുത്തും. അതോടൊപ്പം ആലത്തൂരിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ സരസുവിൻ്റെ വോട്ട് കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിലാണ്. അവിടെ വോട്ട് രേഖപ്പെടുത്തും. നിരവധി പ്രമുഖരാണ് തൃശ്ശൂരിൽ വോട്ട് രേഖപ്പെടുത്താൻ. മറ്റ് സിനിമാ മേഖലയിലും മറ്റുമുള്ള നിരവധി, സത്യൻ അന്തിക്കാട് വോട്ട് രേഖപ്പെടുത്തും. അതുപോലെ ടൊവിനോ തോമസ് ഇരിഞ്ഞാലക്കുടയിൽ വോട്ട് രേഖപ്പെടുത്തും. മന്ത്രി K രാജൻ അന്തിക്കാട് വോട്ട് രേഖപ്പെടുത്തും. ഇത്തരത്തിൽ നിരവധി പ്രമുഖരുടെ നീണ്ട നിര തന്നെ ഇത്തവണ ഇത്തവണ വോട്ട് രാവിലെ തന്നെ നേരത്തെ വോട്ട് രേഖപ്പെടുത്താനെത്തും. അതോടൊപ്പം തന്നെയായിരിക്കും പിന്നീടുള്ള വോട്ടർമാരുടെ ഒഴുക്ക് ആരംഭിക്കുക. കഴിഞ്ഞ തവണ 77% മുകളിലായിരുന്നു പോളിംഗ്. ഇത്തവണ ഒരു സംശയവും വേണ്ട, അതിന് മുകളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ഏതായാലും തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ ആവേശത്തിൽ തന്നെയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു തുടർച്ചയാണ് ജെയ്സൺ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ നടക്കുന്നത്. എല്ലാം സജ്ജമാണ്. മോക്ക് പോളിംഗ്